ഇന്നലെ ഓപ്പണായി. കുറേ നേരം കഴിഞ്ഞിട്ടാണ് അത് ഓപ്പൺ ആവുന്നത്. ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട്. അവിടെ ഇത് ഒരു വഴിയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അവർ സിഗ്നൽ വെച്ചേക്കാണ്. ഇതുണ്ടല്ലേ, അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ഐസാട്ട പുറത്ത്. ഇപ്പോൾ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. വേറെ ആരും ചെയിനൊന്നും ഇട്ട് പോകുന്നതാണെന്ന് കാണില്ല. നമ്മൾ ഐസിക്കോടെ ഓടിച്ചിട്ടില്ല. നമുക്ക് ഇപ്പോഴൊരു ടെൻഷനുള്ള കാര്യമാണ് ഐസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ. തണുപ്പ് ഭയങ്കരമായിട്ട് നമ്മുടെ വണ്ടിയിൽ മിസ്റ്റ് വന്നു തുടങ്ങി. പക്ഷെ നമുക്ക് ഹീറ്റർ ഇടാൻ പറ്റില്ല. കാരണം നമുക്കൊരു 50 മൈൽ പോകാനുള്ള ഗ്യാസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗ്യാസൊക്കെ സേവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ 2 ട്രാക്ക് വരും കേട്ടോ. സ്ലോവർ ട്രാഫിക് കീപ്പ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കീപ്പ് റൈറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ പെട്ടെന്ന് പോകാനുള്ള വണ്ടികൾ ലെഫ്റ്റിൽ ഇങ്ങനെ വരും. ഇതുണ്ടോ, അത് ഭയങ്കര ഒരു സംഭവം കേട്ടോ. ഇപ്പോൾ ഈ പോകുന്ന വണ്ടികളൊക്കെ നമ്മുടെ ബാക്കിൽ സ്ലോവറായിട്ട് വരുന്ന കുറച്ച് വണ്ടികളുണ്ട് കേട്ടോ, 3-4 അവരൊക്കെ നമ്മുടെ കൂടെ ബാക്കിൽ ഈ ട്രാക്കിലേക്ക് കയറും. അപ്പോൾ സ്പീഡിൽ പോകണ വണ്ടികൾ പെട്ടെന്ന് ജമ്പ് ചെയ്ത് ഇതിൽ കടന്നു പോകും. കുറേ നേരമായിട്ട് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഒരു റോഡ് കൾച്ചറാണ് കേട്ടോ. അടിപൊളി അല്ലേ. നമ്മൾ ഐസിന്റെ അവിടെ നിന്ന് വെയിൽ കണ്ടപ്പോൾ സന്തോഷമായിട്ട് വെയിലുണ്ടോ. ഇത്രയും നേരം നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഇത് കാണാൻ പറ്റുന്നുള്ള. എന്റെ പെണ്ണെ സന്തോഷായി. മറ്റേ ഐസ് കണ്ട് പേടിച്ച് വിറച്ചിരിക്കുവായിരുന്നു. അടിപൊളിയായി പോയി. സൂപ്പർ ആയിരുന്നു അല്ലേ. ഹാപ്പി ആയിട്ടോ. ഇനിയിപ്പോ നമുക്കൊരു ധൈര്യം വന്നു. മറ്റേ ഗ്യാസിന്റെ കാര്യത്തിലും മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു. ഒരു നിസ്സാര സമയത്തേക്ക് ആ സൂര്യനെ കണ്ടപ്പോൾ നമുക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയാൻ പറ്റാത്ത കേട്ടോ. 45 മൈൽ/h ഇവിടെ വളയാമുള്ളൂ. അതിന്റെ ഒരു എംബ്ലാണ് ഇത്. നമ്മൾ ഇത്തിരി സ്പീഡ് കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കിട്ടിയ അവസരം മുതലായിക്കൊണ്ടിരിക്കുക രക്ഷപ്പെടാനായിട്ട്. ഈ സെയിം റോട്ടിൽ കൂടെ നമ്മൾ രാത്രിയെ പോകുന്നെങ്കിൽ എന്തെങ്കിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അല്ലേ. അതുകൊണ്ട് രാത്രി എവിടെയെങ്കിലും ഹാൾട്ട് ചെയ്യാന്നുള്ളൊരു നമ്മൾ തീരുമാനിക്കേണ്ടി വരും. പിന്നെ വീട്ടിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് രാത്രി പോകുന്നതിന് കുഴപ്പമില്ല. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ഏരിയ എന്നുള്ള സ്ഥലങ്ങൾ ഏകദേശം നമ്മൾ കണ്ടു പോന്നേക്കുന്നതാണല്ലോ പല ട്രിപ്പിലും. പിന്നെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളധികം യാത്ര രാത്രിയും അത്ര ശരിയാവില്ല. നമ്മുടെ വണ്ടി ഭയങ്കര പുലിയാട്ടോ. അത് ഇപ്പം SW എന്ന് കാണിക്കുന്നുണ്ടല്ലേ. ഇത് നമ്മുടെ വണ്ടി ഏത് ഡയറക്ഷനിലാണെന്നുള്ള കേട്ടോ. ഇപ്പം സൗത്ത് വെസ്റ്റ് ഡയറക്ഷനാണ്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും തിരിയണനുസരിച്ച്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഗുണമാണ് നമ്മളെപ്പോലെയുള്ളവർ. കാരണം എവിടെയെങ്കിലുമൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് പോകണം എന്നുള്ളൊരു ഐഡിയ ആവും. ഈവൻ ഗൂഗിൾ മാപ്പൊന്നും ഇതിപ്പോൾ ബെസ്റ്റായിട്ടോ. അത് അടിപൊളിയായിപ്പോയി. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ ഈ വണ്ടി. നമുക്ക് എല്ലാം കൊണ്ടും ഭയങ്കര ഹാപ്പിയായി. ഇത് മൈലേജ് നമ്മളിപ്പോൾ ഈ മല കയറിയിട്ടും 25 മൈലേജ് കാണിക്കുന്നുണ്ട്. നമ്മുടെ ബാക്കിൽ കുറേ നേരം പോലീസ് വണ്ടി വരുമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കറിയില്ല നമുക്ക് പോലീസ് വണ്ടിയാണെന്നുള്ളത്. സാധാ വണ്ടിയാണെന്നുള്ള വിചാരിച്ച്. പക്ഷെ നമുക്ക് ഷെയർ ലൈൻ എന്നുള്ള കടത്തി വിടാനുള്ള സിഗ്നലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ കടത്തി വിട്ടു. അപ്പോൾ കടത്തി വിട്ട് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് അവർ പോലീസ് വണ്ടിയുടെ ലൈറ്റ് സൗണ്ട് ഇടാണ്ട് ഒരു സെക്കൻഡ് ഒന്ന് മിന്നിച്ച് കാണിച്ചു. എനിക്ക് തോന്നുന്ന ഒരു താങ്ക്സ് പറഞ്ഞാന്ന് തോന്നുന്നുണ്ടോ. കുറേ നേരം അവരെൻ്റെ ബാക്കിൽ നടന്നു. ഞാൻ വിചാരിച്ചു അത് വണ്ടിയാണെന്ന്. കാരണം നമുക്ക് ഒരു ഇരുട്ടായതുകൊണ്ട് നമുക്ക് ബാക്കിലുള്ള വണ്ടികളിൽ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. തന്നെ അല്ല അവർ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. അതിൻ്റെ മുകളിൽ ലൈറ്റും ഇല്ല കേട്ടോ. അത് ലൈറ്റ് ഇല്ലാത്തതാണ് അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റാത്തതാണോന്നറിയില്ല. പിന്നെ അവർക്കും വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇവിടുത്തെ വണ്ടികൾ ഓടിക്കാനുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അറിയാവുന്നതുകൊണ്ട് അവർ കറക്റ്റായിട്ട് ബാക്കിൽ തന്നെ നിൽക്കുള്ളൂ. നമ്മൾ പ്രഷറൊന്നും ചെയ്യില്ല. ഇപ്പോൾ കണ്ടില്ലേ കുറേ നേരമായി അതിൻ്റെ മുമ്പിൽ വണ്ടിയുണ്ട്. അവരങ്ങനെ തന്നെ നിന്ന് പോവുള്ളൂ. ഒരു സിഗ്നലും കൊടുക്കൂല. കടന്നു പോകണമെന്നോ അങ്ങനെയുള്ള ഒന്നും ചെയ്യില്ല. ഇങ്ങനെ തന്നെ പോവുള്ളൂ. അപ്പോൾ അവർ നമുക്ക് താങ്ക്സ് പറഞ്ഞോട്ടോടെ. പിന്നെ എനിക്ക് സമയം ഇനിയിപ്പോൾ മുമ്പിലുള്ള വണ്ടിക്ക് ഇനി മാറാൻ വേണ്ടി ലൈറ്റ് കാണിച്ചു കൊടുത്ത് ചെറുതായിട്ട് കാണിച്ചാണെന്ന് വിചാരിച്ചു. പക്ഷെ അത് അന്നേരം പോലീസ് വണ്ടി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. തന്നെയല്ല അങ്ങനെ കടക്കാനാണെങ്കിൽ അവരിപ്പോഴും ലൈറ്റ് ഇടുമല്ലോ. അവർ ഇട്ടിട്ടില്ല. നമ്മൾ ഒന്ന് നോക്കുമായിരുന്നു നമ്മൾ എവിടെ എത്തിയെന്നുള്ളത്. നമ്മൾ ഏകദേശം കാലിഫോർണിയയുടെ ഈ ഈസ്റ്റ് ഭാഗത്തുനിന്ന് നമ്മൾ ഒന്നിങ്ങനെ ഇവിടെ എത്തി. ഇപ്പോൾ നമ്മൾ ഏകദേശം ഈ ബ്ലാക്ക് കാണുന്നത് സീ ആണ്. ഈ കാണുന്നത് നമ്മൾ കാറ് കഴിഞ്ഞാൽ സീയുടെ പാർട്ടാണ് കാണുന്നത്. എന്നിട്ട് കോസ്റ്റൽ സൈഡിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര നേരം നമ്മൾ യാത്ര ചെയ്തിട്ടും ഇപ്പോഴും ഫോറസ്റ്റാണ്. ഇത് നോക്കിയാൽ
സീൻ്റെ ആ ബ്ലാക്ക് ഭാഗം കാണുന്ന അവിടെ ഇവിടെ എത്തിയിട്ടും ഫോറസ്റ്റ് ആണ്. സീൻ്റെ ടച്ച് ചെയ്യുന്നവരെയും ഫോറസ്റ്റ് ആണ്. അതൊരു ഭയങ്കര അത്ഭുതമാണ്. നമ്മൾ വിചാരിക്കും നമുക്ക് ഫോറസ്റ്റ് കഴിഞ്ഞ് കുറേ ടൗണൊക്കെ കഴിയുമ്പോഴാണല്ലോ പിന്നെ സീ എത്താറുള്ളൂ നോർമലി. പക്ഷെ ഇതങ്ങനെയല്ല. നമ്മളത് പറഞ്ഞു തീർന്നപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഒരു സിറ്റിയിലേക്ക് എത്തിയിട്ടോ. ഗ്യാസ് സ്റ്റേഷൻ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നമ്മുടെ ലേക്ക് താഹോയിലേക്ക് പോകുന്ന വഴിക്കൊക്കെ എത്രയാ ഇല്ല 4 സംതിങ് ഉണ്ടായിരുന്നു. 4.25 ആ റേഞ്ചിലേക്കാണ് നമ്മൾ ഇന്നലെ ഗ്യാസ് അടിച്ചത്. ഇവിടെ ഇപ്പോൾ 5.39 ആയിട്ട് റേറ്റ്. ഇങ്ങോട്ടേക്ക് റേറ്റ് കൂടുതലാണ്. തന്നെയല്ല ഇന്നലെ നമ്മൾ ലേക്ക് താഹോയിലേക്ക് പോകുന്ന വഴിയിൽ 3.99 വരെ ഗ്യാസിൻ്റെ റേറ്റ് കണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയാണ്, ഓരോ ഏരിയയിലും ഓരോ റേറ്റാണ്. ഒരു സ്ഥലത്ത് തന്നെ പല പമ്പിലും പല റേറ്റ് വ്യത്യാസമുണ്ട്. അങ്ങനെ 4ാമത്തെ പ്രാവശ്യം ഫുൾ ടാങ്ക് അടിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടോ. ലിറ്റിൽ റിവർ സ്റ്റേറ്റ് ബീച്ച് എന്നുള്ള ഒരു ബോർഡ് കാണാം. ഗൈസ്, ഇവിടെയും ഒരു മാൻ വണ്ടി അടിച്ച് ചത്തുകിടപ്പുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പാവം തോന്നും. നാട്ടിലൊക്കെയാണ് നമ്മൾ കൂടുതലും ഹൈവേ കൂടെ പോകുമ്പോൾ പട്ടികളൊക്കെ ഇടിച്ച് കിടക്കുന്നതാണ് കാണുന്നത്. പക്ഷേ ഇവിടെ മാനുകളാണ്. ഇപ്പോൾ നമ്മൾ 2 എണ്ണം കണ്ടു, 3 എണ്ണം കണ്ടു അല്ലേ. നമ്മളിപ്പോൾ നെക്സ്റ്റ് റൈറ്റ് ക്യാമ്പിംഗ് എന്ന് പറഞ്ഞൊരു ബോർഡ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോയി നോക്കാം നമ്മൾ. ആണോ? ഓ മൈ ഗോഡ്. ട്രിനിഡാഡ് മ്യൂസിയം, ലൈബ്രറി, ഇവിടെ ഒരു ഷോപ്പുണ്ട്, മർഫീസ്. എവിടെയാണ് ക്യാമ്പ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് കണ്ടിട്ട് ക്യാമ്പ് ഗ്രൗണ്ട് കാണുന്നില്ല. അതാണ് തൊട്ട് ചേർന്നായിരുന്നു കേട്ടോ. എമറാൾഡ് ഫോറസ്റ്റ് ക്യാബിൻസ് ആർവി പാർക്ക് ടെൻറ്റ് സൈറ്റ് കണ്ടു കേട്ടോ. ഓഫീസ് ലെഫ്റ്റ്, നോ സ്റ്റോപ്പിംഗ്, ഡു നോട്ട് ബ്ലോക്ക് റോഡ്. മിനി മാർക്കറ്റ്, ബിയർ ആൻഡ് വൈൻ. ഇതൊരു ഫോറസ്റ്റിൻ്റെ നടുക്കാട്ടോ. ഒരുപാട് വണ്ടികളിവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ഓഫീസ്, സ്റ്റോർ ഇത് ക്ലോസ് ചെയ്തേക്കാൻ തോന്നുന്നു. ആരും കാണുന്നില്ല. അതെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. വേക്കൻസി നോ ക്യാബിൻസ്, യെസ് RV സൈറ്റ്സ്. RV സൈറ്റ്സിൻ്റെ അവിടെ യെസ് ഇട്ടുണ്ട്. ടെൻറ്റ് സൈറ്റ്സ് നോ. അപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത സ്ഥലം നോക്കി പോകാം. RVs പാർക്ക് ചെയ്തിട്ടുണ്ട്. RVs ആണെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. ഐഷ പറയണേ, ഐഷ പറഞ്ഞതല്ലേ ഇവിടെ വരണ്ടെന്ന് പറയണേ. നമ്മൾ അന്വേഷിച്ചല്ലേ കണ്ടെത്തോളൂ. ഓക്കെ, ഐഷയ്ക്ക് ഇവിടെ വന്നപ്പോൾ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കേട്ടോ. അതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കിയിട്ട് അങ്ങ് പോവാം. ക്യാമ്പ് ഗ്രൗണ്ടുകൾ ഇതൊക്കെയാണ് ഫുള്ളായേക്കുന്നത്. തീർന്നു പോയി ഇങ്ങനെയുള്ള ഹൗസുകളൊക്കെ ഉണ്ടല്ലേ. RV സൈറ്റ്സ്. നിങ്ങളിനി ആരെങ്കിലും US-ലുള്ളൊരു വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ആംബിയൻസ് അടിപൊളിയാണ്. ഒരു നല്ല രസമുണ്ട്. പുറത്തേക്ക് പോകാൻ വഴി ഉണ്ടാവുമായിരിക്കും. വീടുകളൊക്കെ പോലെ ഇതൊക്കെ നമുക്ക് റെൻറ്റിന് കിട്ടുന്നതാണ്. പിന്നെ ഇതൊക്കെ ഫുള്ളാണ്. പിന്നെ നമുക്ക് നമ്മുടെ RV വണ്ടി ആയിരുന്നെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാമായിരുന്നു. നമുക്ക് ടെൻറ്റ് ചെയ്യാനുള്ള ആയതുകൊണ്ട് നമുക്ക് അതിനുള്ള സൗകര്യമില്ല. ഇത് വലിയൊരു ഏരിയ കേട്ടോ. അടിപൊളി, നല്ല രസമുണ്ട്. മോള് നല്ല രസമുള്ളൊരു ഏരിയ ഉള്ളത്. അൺഫോർച്ചുനേറ്റ്ലി നമുക്കിതിവിടെ നമുക്കിങ്ങനെ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് വെറുതെ കിടക്കാൻ പറ്റുമായിരിക്കും, മനസ്സിലായോ? അപ്പോൾ ഈ RVയുടെ റെന്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. അതെ, ഇത് റെഡ്വുഡ് ട്രീസ് ആണെന്ന് പറഞ്ഞിട്ട് ഈ ചുറ്റും കാണുന്നത്. നല്ല രസമുണ്ടല്ലേ കോട്ടേജസ്, വീട് പോലെ തന്നെ താമസിക്കാം. അതെ അതെ അതെ, കുഞ്ഞു വീടുകൾ. അങ്ങനത്തെ വീട്ടിൽ താമസിക്കാൻ ഇഷ്ടമാണ് ആയിഷയ്ക്ക്? അതായത് ഇതുപോലത്തെ കുഞ്ഞു ചെറിയ വീട് ഇതുണ്ടോ? നാട്ടിലെ കുട്ടികളൊക്കെ ഗെയിം മറ്റേ ഇതുണ്ടാക്കി കളിക്കൂലേ, വീട് വെച്ച് കളിക്കൂലേ? ഇവിടെ നിന്ന് പോകാം, നമുക്ക് അടുത്ത സ്ഥലം അന്വേഷിച്ച് പോവാം. നമ്മുടെ റെഡ്വുഡ് നാഷണൽ പാർക്കിന് മുമ്പ് വരുന്ന ലാസ്റ്റുള്ള ഒരു സിറ്റിയാണ് ട്രിനിഡാഡ് എന്ന് പറയുന്നത്. അതിൻ്റെ സിറ്റി ലിമിറ്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ റെഡ്വുഡ് നാഷണൽ പാർക്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് ടൗണിൻ്റെ ഒരു സൗകര്യങ്ങൾ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ഇവിടെ നിന്ന് നിർത്തിയെല്ലാം ഒന്ന് നോക്കിയിട്ട് പോവാം. ഇവരുടെ ഈ ഒരു സ്വീറ്റ് ഹോം കാണുമ്പോൾ നമുക്ക് അവിടെ പോയി കിടക്കാൻ തോന്നും കേട്ടോ.
നല്ല കംഫർട്ടബിൾ ആയിട്ട്. അവിടെ വാപ്പിച്ചിൻ്റെ അവിടെ കിടത്തുവോ? അതെന്താ? അടിപൊളിയാണല്ലേ. റോഷനി ഇത്ര നേരം അവിടെ പോയി അടിച്ചു വിളിച്ചു അല്ലേ? സുഖട്ടോ, നല്ല സ്പേഷ്യസ് ആണ്, നല്ല തണുപ്പാണ്ടോ. നമ്മളെ ക്യാമ്പ് സൈറ്റിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നിർത്തിക്കോട്ടോ. ഇവിടെ അത്യാവശ്യം ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ് പുറമേ കാണുമ്പോൾ. അത്യാവശ്യം സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടും ഇവിടെ. അപ്പം ഇവിടെ നിന്ന് പോയി നമ്മളിനി വേറെ അന്വേഷിച്ച് നടന്ന് സമയം കളയണ്ടെന്ന് വിചാരിക്കണം. നമുക്ക് റോഷനി ഒരു മോട്ടൽ 6 എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. നമുക്ക് അവിടെ കയറിയിട്ടൊന്ന് ബുക്ക് ചെയ്യാം. കുറേ നാളായിട്ട് അവിടെ ബുക്ക് ചെയ്യണമെന്ന് വിചാരിക്കണം. അവരുടെ റേറ്റ് കുറവായിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം KOA നമ്മൾ എക്സ്പ്ലോർ ചെയ്തു, അതിൻ്റെ ഒരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. നമ്മൾ എക്സ്പീഡിയയുടെ സൈറ്റിൽ കയറിയിട്ട് നോക്കിയിട്ടോ. അപ്പോൾ അതെ മോട്ടൽ 6 അർക്കാട്ട ഇതാണ് ഇവിടെ. അർക്കാട്ട എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ അടുത്തുള്ളത്. അപ്പോൾ നമുക്ക് അതൊന്ന് കയറി ബുക്ക് ചെയ്യാം. $68. അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. 2 ഡബിൾ ബെഡ്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് ഇത് തന്നെ ബുക്ക് ചെയ്യാം. ഫ്രീ വൈഫൈ, ഫ്രീ സെൽഫ് പാർക്കിംഗ്, സ്ലീപ്സ് 4 പേർക്ക് സ്ലീപ്പ് ചെയ്യാം. 2 ഡബിൾ ബെഡ്സ് $68. 77 ആവും അതിൻ്റെ ടാക്സ് എല്ലാം കൂടി കഴിഞ്ഞ് ടോട്ടൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഹോട്ടലിൽ കിടന്നുറങ്ങാം ചീപ്പ് റേറ്റിൽ. നമുക്ക് അതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കണ്ടേ? യെസ്, നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടാണ്. പ്രധാനമായിട്ട് നമ്മളൊരു ഗ്ലൗസ് വാങ്ങി. ഒരു സെറ്റ് ഗ്ലൗസിൻ്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു, കാരണം നല്ല തണുപ്പുള്ളതുകൊണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ 6 മോട്ടലിലേക്ക് പോകാം. ഇതാണ് നമ്മൾ വാങ്ങിയ ഷോപ്പ്. ഇവിടെ മർഫീസ് എന്നാട്ടോ ഈ ഷോപ്പിൻ്റെ പേര്. നമുക്ക് ക്യാമ്പിങ്ങിനുള്ളതും ടൂറ് പരിപാടിക്കുള്ളതും എല്ലാം അവിടെ കിട്ടും. അത്യാവശ്യം ഒരു റീസണബിൾ റേറ്റാണ് അവിടെ ഉള്ളൂ. സാധാരണ ഇങ്ങനെ വരുന്നിടത്തൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും. കട കണ്ടപ്പോൾ തന്നെ ഇത്തിരി റേറ്റ് കുറവായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് റേറ്റ് കുറഞ്ഞ് കിട്ടി. നമ്മൾ പോകുന്ന ഫ്രീവേ ഈ കാണുന്നതാണ്. നമ്മൾ അവിടെ വന്നപ്പോഴാണ് നമ്മൾ ഈ ബോർഡ് കണ്ട്, നമ്മൾ ക്യാമ്പിങ്ങിൻ്റെ ബോർഡ് കണ്ട് നമ്മൾ ഫ്രീ എക്സിറ്റ് എടുത്തത്. എന്നിട്ട് നമ്മൾ ഈ വഴിക്കാണ് പോയത്. ഈ വഴിക്ക് പോയി എന്നിട്ട് തിരിച്ചു വന്നു. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും പോവാണ് നമ്മുടെ ഫ്രീവേയിലേക്ക്. നമുക്കിവിടുന്ന് 12 മൈൽ സാൻ ഫ്രാൻസിസ്കോ സൈഡിൽ പോകുമ്പോഴാണ് ഈ 6 മോട്ടൽ വരുന്നത്. നമ്മൾ കറക്റ്റ് 1000 മൈൽ യാത്ര ചെയ്തിട്ടാണ് ഇതുവരെ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 65,500 ആയിരുന്നു. ഇപ്പം 66,500 ആയി. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ സീ ആണ് കേട്ടോ. നമ്മുടെ ട്രിപ്പിൽ ഇപ്പോൾ നടക്കുന്നത് ഈ സ്ഥലങ്ങൾ കാണലും എക്സ്പ്ലോർ ചെയ്യലുമാണ്. പക്ഷെ നമ്മളൊരു ആക്ടിവിറ്റിയിലും കൂടെ എൻഗേജ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ ഒരു അമേരിക്കൻസിൻ്റെയൊക്കെ ആ ഒരു ഇതിലേക്ക് വരുള്ളൂ. അവർ കംപ്ലീറ്റ് ആക്ടിവിറ്റികളാണല്ലോ. നമ്മുടെ 6 മോട്ടലിലേക്കുള്ള എക്സിറ്റ് എടുക്കുകയാണ്. വളരെ അടുത്തുണ്ട്, ഒരു 10 മിനിറ്റ് എടുത്തുള്ളൂ അല്ലേ. ഇതൊരു നോർമൽ സിറ്റിയാണ് കേട്ടോ. മക്ഡൊണാൾഡ് എല്ലാം ഉണ്ട്. മോട്ടൽ 6 ഇതാണ് കേട്ടോ നമ്മുടെ 6 എന്ന് പറയുന്ന മോട്ടൽ. യെസ്, ഇതാണ് നമ്മുടെ ഫെസിലിറ്റി. വെൽക്കം എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കുന്നവരെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മൾ ബുക്ക് ചെയ്ത് ഇറങ്ങിയിട്ടോ. നമുക്ക് അവിടുത്തെ മാനേജറെ കണ്ടു. മാനേജർ എന്ന് പറയുമ്പോൾ പുള്ളി ഇന്ത്യക്കാരനാണ്. പുള്ളി ഗുജറാത്തിൽ നിന്നുള്ള ആളാണ്. നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, ഒരുപാട് പേര് ഗുജറാത്തിൽ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സ് ഇവിടെയുണ്ട് നമ്മുടെ ഈ മോട്ടൽ ഫീൽഡിൽ. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മോട്ടൽ 6 എന്ന് പറയുന്നത് ഇവിടുത്തെ വലിയൊരു ഗ്രൂപ്പാണ്. പക്ഷേ അതിൻ്റെ അകത്ത് പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ ഓരോ മോട്ടലും നടത്തുന്നത് ഇന്ത്യൻസാണ്. ഇൻഡിപെൻഡൻറ്റ് മാനേജ്മെൻറ്റാണ്. അപ്പോൾ ഇത് നടത്തുന്നത് ഇന്ത്യക്കാരാണ്. അപ്പോൾ ഇത് വളരെ നീറ്റാണ്, അടിപൊളിയാണ്. തന്നെയല്ല പുള്ളി നമുക്ക് നല്ല ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ നമ്മുടെ റൂം നമുക്ക് വെറും $68 കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും വേണ്ട. എന്നാലും റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ ലൈറ്റില്ലേ? യെസ്, ഇതാണ് റൂം. കൊള്ളാം, നല്ല സ്പേഷ്യസ് റൂമാണ്. നമുക്ക് ഈ ഒരു റേറ്റിന് ഇത് കിട്ടില്ല. അപ്പം എന്താ പറയുക, 2 ഡബിൾ ബെഡാണ്. അത്യാവശ്യം നീറ്റാണ് കേട്ടോ, നല്ല നീറ്റാണ്, ക്ലീനാണ്. $68 പ്ലസ് ടാക്സ്, അത്രേ ഉള്ളൂ. നല്ലൊരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി വൃത്തിയായിട്ടുള്ളൊരു സ്ഥലം. TV ഉണ്ട്.
നമ്മളിപ്പോൾ ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് $68 ഇത് കിട്ടുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം KOയിൽ നിൽക്കുമ്പോൾ $49 ആയിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വേറെ ടെൻ്റൊന്നും പറന്നോണ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ നമ്മൾ ക്യാമ്പ് സെറ്റ് ചെയ്യാനും വേറെ ഒന്നിനും പോകണ്ട. നാളെയും നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ളതുകൊണ്ട് നമ്മളെന്തായാലും ഇനി അധികം റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ഇത് സെലക്ട് ചെയ്തോ. ഇവിടെ ഈ റെഡ്വുഡ് നാഷണൽ പാർക്കിൻ്റെ ഏരിയയിലേക്ക് വരുവാണെങ്കിൽ ഭയങ്കര സംഭവമല്ല കേട്ടോ. റേറ്റ് കുറച്ച് നമുക്ക് അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ വീഡിയോ ചെയ്യണമായിരുന്നു പുള്ളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് അല്ലാണ്ട് സംസാരിച്ചിട്ട് തന്നെ പുള്ളി ഒരുപാട് സംസാരിച്ചു. നല്ലൊരു ഡീലിങ്സ് ആയിരുന്നു. പുള്ളിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ് ഞാൻ ചോദിച്ചു അപ്പോൾ നിങ്ങൾ സമ്മറിലും ഈ റേറ്റ് തന്നെയാണെന്ന് വെച്ചാൽ. അപ്പോൾ സമ്മറിൽ ചിലപ്പോൾ $250 വരെയൊക്കെ പോകുന്ന റേറ്റാണിത് ഈ റൂമ്. അപ്പം 250 100-ന് താഴെ എന്തായാലും പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഇതിപ്പോൾ നമുക്ക് വെറും $68 കിട്ടിയാണ്. ഇപ്പോൾ വരുവാണെങ്കിൽ നമുക്ക് ലാഭകരമാണ്. ഇപ്പം 3 ഡിഗ്രി ആയിട്ട് ഇവിടുത്തെ തണുപ്പ്.